യുദ്ധക്കൊതിയനായിട്ടുള്ള അമേരിക്കയ്ക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഗൾഫ് മേഖല അമേരിക്കയിൽ നിന്ന് പിന്തിരിയുന്നു, UAE പിന്തിരിയുന്നു, അങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് എങ്ങും എത്താതെ അമേരിക്ക ഇറാൻ ചർച്ച നടക്കുമ്പോൾ സമാധാനം പ്രതിസന്ധിയിലാണ്. യുദ്ധം ഡോളറിന് വെല്ലുവിളിയാകുമോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഗൾഫ് മേഖലയിലേക്ക് വരാം. ഗൾഫ് മേഖലയിലെ യുദ്ധത്തിന്റെ ആഘാതം ദിവസേന കൂടുതൽ ഗുരുതരമാകുന്ന സാഹചര്യമാണ്. അമേരിക്ക നടത്തിയ സൈനിക നീക്കം, ആ നീക്കങ്ങൾക്ക് ശേഷം ഇറാനെതിരായിട്ടുള്ള സംഘർഷം നിയന്ത്രണരഹിതമായിട്ട് വ്യാപിച്ചതായിട്ടുള്ള ആരോപണമുണ്ട്. ഈ സംഘർഷത്തിന്റെ നേരിട്ടുള്ള ആഘാതം ഇപ്പോൾ ഗൾഫ് മേഖല അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ അനുഭവിക്കുകയാണ്. UAE ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ബാധിക്കുകയാണ്. UAE ഈ സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാവുകയാണ്. ഇതിനെല്ലാം കാരണമായി തീർന്നിരിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഗൾഫ് മേഖലയും UAEയും കൂടി അമേരിക്കയെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കൊക്കെ അവരുടെ കാര്യങ്ങൾ നടത്തുകയാണ്. എന്തായാലും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് ആക്രമണം ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയത്. അത് UAEയും നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇനി എണ്ണ വ്യാപാരം നടത്താൻ ഗൾഫ് മേഖലയ്ക്ക് കഴിയുന്നില്ല. ഹോർമുസ് അടഞ്ഞു കിടക്കുന്നത് മൂലം അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗൾഫ് രാജ്യം ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. സ്വന്തമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നില്ല അവർ. മാത്രമല്ല 80% ഭക്ഷണവും ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് അവർക്ക് വേണ്ടിയത്. ആ ഒരു ഹോർമുസ് വളരെ നിർണായകമാണ്. അപ്പോൾ ഇത്തരം ചരക്ക് കപ്പലുകൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഹോർമുസ് അടഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ പറയുന്ന മേഖലയിൽ രൂപപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഈ ഗൾഫ് മേഖല മുതിരുന്നത്. എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ അടഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് മേഖല പൂർണ്ണമായിട്ടുമുള്ള ഒരു പട്ടിണിയിലേക്ക് പോകും, അതിൽ സംശയമില്ല. അപ്പോൾ അത്തരം നീക്കങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്കയെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഗൾഫും അല്ലെങ്കിൽ ഈ UAE ഒക്കെ രംഗത്തെത്തുന്നത്. എന്തായാലും ഗൾഫ് മേഖലയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക പണം ഇതുവരെ കൊടുത്തിട്ടില്ല. യുദ്ധത്തിൽ ഒരു പങ്കുമില്ലാതിരുന്നിട്ടും അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് സ്ഥലം ഒരുക്കിയതാണ് ഇപ്പോൾ ഗൾഫ് മേഖലയ്ക്ക് വിനയായിരിക്കുന്നത്. ഇനിയും ഇറാന്റെ പ്രഹരം സഹിക്കാൻ കഴിയുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും അമേരിക്ക ആ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായതുമില്ല. ഇതാണ് ഇപ്പോൾ ഗൾഫ് മേഖലയ്ക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്തായാലും ഈ നഷ്ടം ഗൾഫ് രാജ്യങ്ങൾ അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 40 ദിവസം കൊണ്ടുണ്ടായ ആക്രമണത്തിൽ ഉണ്ടായ നഷ്ടമാണ് ഗൾഫ് മേഖല അമേരിക്കയെ അറിയിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒറ്റപ്പെടുത്തൽ അമേരിക്ക അനുഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഗൾഫ് മേഖലകൾ ഒന്നടങ്കം വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അതൊരു കനത്ത തിരിച്ചടിയായി മാറും. ഇനി എണ്ണ കയറ്റുമതിയിൽ വലിയ ഇടിവും വിദേശ നിക്ഷേപത്തിൽ കുറവും ഡോളർ വരുമാനത്തിൽ ഇടിവും വ്യക്തമായിട്ട് കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് മേഖലയിലെ അനിശ്ചിതാവസ്ഥ ഗൾഫ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്കുള്ളിൽ ഉയർന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാനം അമേരിക്കയുടെ ഇടപെടലാണെന്നതാണ്. എന്തായാലും യുദ്ധം ഞങ്ങളുടേതല്ല, പക്ഷെ അതിന്റെ വില ഞങ്ങളാണ് കൊടുക്കുന്നത് എന്ന നിലപാട് ശക്തമാകുന്നു. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് അമേരിക്കയോട് ഇപ്പോൾ ഗൾഫ് മേഖല ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് യാതൊരു പ്രശ്നത്തിനുമില്ലാതെ, യാതൊരു യുദ്ധത്തിനുമില്ലാതെ നിൽക്കുന്ന ഗൾഫ് മേഖലയെ ഇത്രത്തോളം പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അമേരിക്കയാണ്. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണം അമേരിക്കയ്ക്കാണുള്ളത്. കാരണം അമേരിക്കയുടെ ചില കടുംപിടുത്തങ്ങളാണ് ഇന്ന് ഗൾഫ് മേഖല അനുഭവിക്കുന്ന മറ്റൊരു കാര്യം. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് അതിലെ ഒരു നിർണായക ഘടകമായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ വഴങ്ങില്ല എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇറാന്റെ ഉപാധികൾ അമേരിക്ക ശരിവെക്കുന്നത് വരെ ഇത്തരം ഉപരോധങ്ങൾ തുടരും. മാത്രമല്ല ഇപ്പോൾ ഈ ഉപരോധം തുടർന്നു കഴിഞ്ഞാൽ ഗൾഫ് മേഖല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരുന്നിനും ഭക്ഷണത്തിനും എണ്ണയ്ക്കും ഒക്കെ ആശ്രയിക്കുന്ന വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ രാജ്യം കൊടും പട്ടിണിയിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. ഇതിന്റെ ഒരു ഒറ്റ ഉദാഹരണം എന്ന് പറയുന്നത് അമേരിക്കയാണ്. കാരണം അമേരിക്കയാണ് ഈ പശ്ചിമേഷ്യയെ ഇത്രയും ഒരു ഗതികെട്ട രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനിടെ ഇറാൻ തന്റെ നിലപാട് കൂടുതൽ ശക്തമാകുന്നുണ്ട്. അമേരിക്കയുടെ നീക്കങ്ങളാണ് പ്രാദേശിക അസ്ഥിരതയ്ക്ക് കാരണമെന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും യുദ്ധം വ്യാപിപ്പിച്ചതോടെ ആഗോള എണ്ണവില ഉയരുകയും പല രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് അത് പ്രതിസന്ധി അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഉയരുന്ന ഒരു നിർണായക ചോദ്യം ഇതാണ്. അതായത് ഗൾഫ് മേഖലയിലെ ഈ ഒരു വമ്പൻ പ്രതിസന്ധിക്ക് നഷ്ടങ്ങൾക്ക് ഉത്തരവാദി ആരാണ് എന്നതാണ് പല മാധ്യമങ്ങളും ചോദിക്കുന്നത്. സത്യത്തിൽ അത്തരം നീക്കങ്ങൾക്ക് ഉത്തരവാദി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്കയുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കടുംപിടുത്തമാണ് ഇത്തരം രീതിയിലേക്ക് സാഹചര്യം കൊണ്ട് എത്തിച്ചത്. എന്തായാലും യുദ്ധം ആരംഭിച്ച ശക്തികളോ അതിന്റെ ആഘാതം സഹിക്കുന്ന രാജ്യങ്ങളോ അടുത്ത ദിവസങ്ങളിൽ ഈ പ്രശ്നം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ അമേരിക്ക യുദ്ധം തുടർന്നാൽ എണ്ണ വ്യാപാരത്തിന് ചൈനീസ് യുവാൻ ഉപയോഗിക്കാൻ നിർബന്ധിതരായേക്കുമെന്ന് UAE കൂടി ഭീഷണിപ്പെടുത്തിയത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാവുകയാണ്. ഒരു പക്ഷത്ത് ഗൾഫ് മേഖല രംഗത്തെത്തുന്നു, അവരുടെ സാമ്പത്തിക സഹായം വേണമെന്ന് പറയുന്നു. മറുവശത്ത് അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന UAE കനത്ത തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് നൽകുന്നത്. ഈ ചൈനീസ് യുവാൻ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുമെന്ന് UAE പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. മാത്രമല്ല അത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിന് മാറ്റം വരുത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അമേരിക്ക കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാം. എണ്ണ വ്യാപാരത്തിനായിട്ട് തങ്ങൾ ചൈനീസ് യുവാൻ ഉപയോഗിക്കാൻ പോവുകയാണ് എന്നുള്ള മുന്നറിയിപ്പാണ് UAE പറയുന്നത്. ഇത് വലിയ വെല്ലുവിളിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. UAE അമേരിക്കൻ ട്രഷറിക്ക് മുന്നറിയിപ്പ് നൽകിയതായിട്ട് വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ ചൈനീസ് യുവാനിൽ നിന്ന് ഇവർ എണ്ണ മേടിക്കാൻ പോവുകയാണെങ്കിൽ അതും വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് കടക്കും. നിലവിൽ ഈ അമേരിക്കയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് UAEയും ഗൾഫ് രാജ്യങ്ങളും. ഇതിനിടയിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഗൾഫ് രാജ്യങ്ങളും UAEയും എടുക്കുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയല്ല, പൂർണ്ണമായിട്ട് നാശനഷ്ടത്തിലേക്ക് കൊണ്ട് എത്തിക്കും. എന്തായാലും കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിൽ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസറ്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് UAE സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ബലാമ ഡോളറിന്റെ ആധിപത്യത്തിനെതിരെ പരോക്ഷ ഭീഷണി മുഴക്കിയത്. എന്തായാലും ഇത് അമേരിക്ക നോക്കിക്കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ്. കാരണം UAEയും ഗൾഫ് മേഖലയൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഒറ്റപ്പെടും, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഇത്തരം നീക്കങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അമേരിക്കയുടെ ജനം തെരുവിലിറങ്ങേണ്ടി വരും, പട്ടിണി കിടക്കേണ്ടി വരും എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് പിടിച്ച് നിർത്തണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഗൾഫ് മേഖലയൊക്കെ സമാധാനിപ്പിച്ച് അനുനയിപ്പിച്ച് കൂടെ നിർത്തണം എന്ന രീതിയിലേക്കാണ് അമേരിക്ക പോകുന്നത്. പക്ഷെ അവിടെ ഒരു ഒറ്റ ചോദ്യം എന്ന് പറയുന്നത്, ഏത് രീതിയിൽ അമേരിക്ക അത് കൊണ്ടുപോകും എന്നതാണ്. അതായത് ഡോളർ നഷ്ടം, അതായത് കോടിക്കണക്കിന് ഡോളർ നഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് അവർക്ക് പണം എങ്ങനെ അമേരിക്ക കൊടുക്കും? കാരണം അമേരിക്കയ്ക്ക് നിലവിൽ അതിജീവനത്തിന് വേണ്ടിയിട്ട് കടം ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞ് പല രാജ്യങ്ങളുടെയും കാല് പിടിക്കുന്ന അമേരിക്ക ഈ പറയുന്ന ഗൾഫ് മേഖലകൾക്ക് എങ്ങനെയാണ് പണം കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ നഷ്ടപരിഹാരം ഉണ്ടാക്കുക എന്ന ചോദ്യമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം മൂലമുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം വർദ്ധിക്കുകയാണെങ്കിൽ ഡോളർ ലഭ്യതയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ UAEക്ക് സാമ്പത്തിക സഹായം ആവശ്യമായിട്ട് വരുമെന്നും ഈ ബലാമ വിശദീകരിച്ചിട്ടുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികൾക്കും വലിയ ആഘാതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമ്മർദ്ദ തന്ത്രമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. US സൈനിക താവളങ്ങൾക്കും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് UAE കണക്കാക്കുന്നത്. എന്തായാലും UAEയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2800-ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് രാജ്യത്തിന് നേരെ തൊടുത്തുവിട്ടത്. അത്രയും ഡ്രോണുകളും മിസൈലുകളും വന്ന് പതിച്ച് വലിയ നാശനഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് തന്നെ കെട്ടിപ്പണിതാൻ പോലും പൈസയില്ല. അപ്പോൾ ഈ ഗൾഫ് മേഖല അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധിക്ക് എങ്ങനെ കടം വീട്ടുമെന്ന ആലോചനയിലാണ് ട്രംപ് ഉള്ളത്. എന്തായാലും ഇറാൻ യുദ്ധത്തിന്റെ സാമ്പത്തിക ബാധ്യത ഗൾഫ് രാജ്യങ്ങൾ ഭാഗികമായിട്ട് ഏറ്റെടുക്കണമെന്ന് അമേരിക്കൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. സംഘർഷത്തിന്റെ ആദ്യ 40 ദിവസങ്ങളിൽ പ്രതിദിനം $2 ബില്യൺ വീതം അമേരിക്ക നേരിട്ട് ചെലവഴിച്ചതായിട്ടുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദിന്റെ മുൻ ഉപദേഷ്ടാവ് അബ്ദുൽ ബലാഖേഫ് അബ്ദുള്ള രാജ്യത്തെ US സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണമെന്ന് വരെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. കാരണം അമേരിക്ക അത്രത്തോളം സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെച്ചത്. അതുകൊണ്ട് അമേരിക്ക ഇനി ഇത്തരം രീതിയിൽ പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് മേലും ഇത്തരം ഉപരോധങ്ങൾ വരും, വലിയ നാശനഷ്ടം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകി
നൽകിക്കൊണ്ടായിരുന്നു അന്ന് അക്കാര്യം പറഞ്ഞത്. എന്തായാലും അമേരിക്ക കനത്ത നഷ്ടത്തിലൂടെയാണ് പോകുന്നത്. എന്തായാലും ഈ താവളങ്ങൾ ഒരു തന്ത്രപ്രധാന ആസ്തി എന്നതിലുപരി രാജ്യത്തിനൊരു ബാധ്യതയാണെന്നാണ് അദ്ദേഹം വാദിച്ചത്. അതേസമയം തന്നെ ഹോർമുസ് വളരെ നിർണായകമാണ്. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്നും ഇറാൻ പണം ഈടാക്കുന്നതും യുവാനിലും ക്രിപ്റ്റോ കറൻസിയിലുമാണ്. അമേരിക്കയുടെ സാമ്പത്തിക നിയന്ത്രണങ്ങളെയും ഉപരോധങ്ങളെയും മറികടക്കാൻ ഇത് ഇറാനെ സഹായിക്കുമെന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഇറാൻ ലാഭം കൊയ്യുകയാണ്. എന്തായാലും യുടെ ഭീഷണിക്ക് മുന്നിൽ അടിപതറുകയാണ് അമേരിക്ക. ഇറാൻ യുദ്ധം ഈ യുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചാൽ ഡോളർ വായ്പ നൽകാൻ തയ്യാറാണെന്ന് അമേരിക്ക ഭയത്തോടുകൂടി ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെയുള്ള അമേരിക്ക ഇസ്രായേൽ യുദ്ധം മൂലം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സമ്പദ് വ്യവസ്ഥയ്ക്ക് തകർച്ച നേരിടുകയാണെങ്കിൽ സാമ്പത്തിക സഹായം നൽകാൻ അമേരിക്ക തയ്യാറാണെന്നാണ് പറയുന്നത്. അതായത് ഒരു സാമ്പത്തികമായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് അമേരിക്ക പറയുമ്പോഴും അടിയന്തരമായിട്ട് പണം ആവശ്യപ്പെടുന്ന ഒരു ട്രംപിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ യുദ്ധം അതികഠിനമായിട്ട് പോകുമ്പോൾ യും അതുപോലെ തന്നെ ഗൾഫ് മേഖലയും അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയാണ്. അത്തരം നീക്കങ്ങളിൽ പോകുമ്പോഴാണ് ഈ ഗൾഫ് മേഖലയും യും അമേരിക്ക ഒറ്റപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയാം, ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ യും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. യിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇപ്പോൾ രാജ്യത്തിനൊരു ഭാരമായി മാറിയിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അവ ഒഴിവാക്കേണ്ട സമയമാണിതെന്നും പറയുന്നുണ്ട്. എന്തായാലും യിലെ പ്രമുഖ നിരീക്ഷകൻ അബ്ദുൽ ഖാലിഫ ആണ് ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു കാര്യമാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇനി യുടെ തന്ത്രപരമായിട്ടുള്ള ആസ്തികളില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളമാണ് അമേരിക്ക ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. മാത്രമല്ല ഓരോ രാജ്യത്തിനും അവരുടെ സുരക്ഷ ആവശ്യമാണ്. അപ്പൊ ഈ എയർബേസുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ രാജ്യത്തിനൊരു ഭീഷണിയാകും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും കനത്ത നടപടികളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അമേരിക്കയ്ക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല. ഗൾഫ് മേഖലകൾ അമേരിക്കയ്ക്കെതിരെ വരുന്നു. അപ്പോൾ ഇത്തരം നീക്കങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ നടക്കുമ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. അമേരിക്കയുടെ അഹങ്കാരത്തിന് കടിഞ്ഞാൻ വീഴുകയാണ്. ഒരുപക്ഷെ അമേരിക്ക വീണ്ടും അഹങ്കാരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് നിമിഷവും ട്രംപ് നിലം പതിക്കാം എന്ന രീതിയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങളും ഈ പറയുന്ന യും രംഗത്തെത്തുന്നത്. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇറാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് മേഖലയും യും രംഗത്തെത്തും. ഒരുപക്ഷെ ഈ പറയുന്ന ഇറാന്റെ ഈ ഉപാധികൾക്ക് ശരിവെക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ സാമ്പത്തികം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും.